നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രചരണത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഓരോ മുന്നണിയും തങ്ങളുടെ വിജയസാധ്യത പരിശോധിക്കുന്ന തിരക്കിലാണ്. ധാരാളം സർവേ ഫലങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായ നിഷ്പക്ഷമായ ഒരു വിശകലനമാണ് ഈ സർവേ. 2019 UDF നേടിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി അല്ല ഇന്ന് എന്നുള്ളതുകൊണ്ടാണ്. അന്ന് കേന്ദ്രത്തിൽ UP അധികാരത്തിലെത്തുമെന്നുള്ളൊരു പ്രചരണമായിരുന്നു വൻ വിജയത്തിന് കളമൊരുക്കിയത്. 2024 കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണമാണ് മൂന്ന് മുന്നണികളും നടത്തിയത്. ചില മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ പോരാട്ടവും നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂർ, പത്തനംതിട്ട, വടകര തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. രാഷ്ട്രീയ പോരാട്ടത്തിനുപരി കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവും ഭരണവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുന്ന ഘടകങ്ങളായിരിക്കും. കേന്ദ്രത്തിൽ വീണ്ടും BJP പിന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രചരണം അവസാന ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ച 40 മണ്ഡലങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രചരണം. ആ മണ്ഡലങ്ങൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിയാൽ പോലും NDAക്ക് കേവല ഭൂരിപക്ഷം നേടാവുന്നതേ ഉള്ളൂ. പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവിടങ്ങളിൽ ലഭിക്കുന്ന കൂടുതൽ സീറ്റുകൾ കൂടിയാകുമ്പോൾ 289 മുതൽ 311 വരെ സീറ്റുകൾ നേടി NDA സഖ്യം അധികാരം നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. കേരളത്തിലെ 20 സീറ്റുകളിൽ UDFന് കഴിഞ്ഞ തവണ 19 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തവണ അത് 16 മുതൽ 18 വരെ സീറ്റുകളായേക്കാം. ഒരു സീറ്റും ലഭിക്കാതിരുന്ന NDAക്ക് ഇത്തവണ 0 മുതൽ 2 സീറ്റുകൾ വരെയും രണ്ടാം സ്ഥാനത്തും എത്തിയേക്കാം. പരമാവധി 0 മുതൽ 2 സീറ്റുകൾ നേടി LDF വിജയിക്കും. പാലക്കാട്, മാവേലിക്കര, ആറ്റിങ്ങൽ തുടങ്ങിയവിടങ്ങളിൽ LDFന് മുൻതൂക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. പ്രമുഖ നേതാക്കളുടെ തോൽവിയായിരിക്കും രാഷ്ട്രീയ കേരളം ഇത്തവണ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകകരമായ ഇത്തവണത്തെ കാഴ്ച.